സൈറ്റ് പ്ലാനിനകത്ത് യാർഡ് വരയ്ക്കുമ്പോൾ പലരും തെറ്റിച്ച് ചെയ്യുന്ന കാര്യമുണ്ട്. അതായത് പലരും ചിന്തിക്കുന്നത് എപ്പോഴും നല്ല നീറ്റായിട്ട് ഡ്രോയിങ് കാണാൻ വേണ്ടിയിട്ടാണ് യാർഡ് വരയ്ക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ശരിക്കും യാർഡ് വരയ്ക്കുന്നത് എന്തിനാ? പ്ലോട്ട് ബൗണ്ടറിയും ബിൽഡിങ്ങും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് പലരും യാർഡ് വരച്ചേക്കുന്നത്. ഇതാണോ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5.8, ഇത് 5.74. എത്ര സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വന്നു? ഈ ഒരു ചെരിവായപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ. വലിയ ചെരിവൊക്കെയാണ്. ഇനിയും വലിയ ചെരിവാണെങ്കിൽ ഇനിയും വ്യത്യാസങ്ങൾ വരും. ഒരിക്കലും ബിൽഡിംഗ് ലൈനിന് പെർപെൻഡിക്കുലർ ആക്കിയിട്ടല്ല യാർഡ് വരയ്ക്കേണ്ടത്. അത് കാണാനുള്ള വൃത്തിക്കുമല്ല. നമ്മൾ യാർഡ് വരയ്ക്കേണ്ടത് എപ്പോഴും പ്ലോട്ട് ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആക്കിയിട്ടാണ്. ഈ രീതിയിലാണ് യാർഡ് വരയ്ക്കേണ്ടത്. ഇവിടെ സ്ട്രെയിറ്റ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇതാണ് ഈ ഒരു കേസിൽ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം യാർഡ് വരുന്നത് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ വരച്ച് വെച്ചത് കാണിക്കുന്നുണ്ട്. 5.74, 4.25 ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ കാണാനുള്ള വൃത്തിക്കാണ് യാർഡ് വരയ്ക്കുന്നത് എന്നുള്ള ധാരണ ഈ വീഡിയോ കാണുന്നവരെങ്കിലും മാറ്റി ഇനിയെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് വരയ്ക്കും എന്ന് വിചാരിക്കുന്നു.